നമസ്കാരം. KCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. വൈദ്യുതി തൂണുകളിലൂടെ കേബിൾ വലിക്കുന്നതിന് ഏർപ്പെടുത്തിയ ഭീമമായ നിരക്ക് വർധനവ് പിൻവലിക്കണമെന്ന ആവശ്യം. കേബിൾ TV ഓപ്പറേറ്റർ അസോസിയേഷൻ ജില്ലാ കമ്മിറ്റി പ്രക്ഷോഭം ശക്തമാക്കുന്നു. MP എന്ന നിലയിൽ P. കരുണാകരൻ സമ്പൂർണ്ണ പരാജയമായിരുന്നുവെന്ന് BJP ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് K. ശ്രീകാന്ത്. കാസർഗോഡിന് വേണ്ടി ഒന്നും ചെയ്യാത്ത P. കരുണാകരൻ മോദി ഗവൺമെന്റ് കൊണ്ടുവന്ന വികസനങ്ങളാണ് തന്റെ നേട്ടമായി പറയുന്നതെന്നും K. ശ്രീകാന്ത്. സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചില്ലെങ്കിലും കാസർഗോഡ് മണ്ഡലത്തിൽ മാസങ്ങൾ മുൻപ് തന്നെ UDF തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ടെന്ന് MC ഖമറുദ്ദീൻ. ഇത്തവണ LDF-ൽ നിന്നും കാസർഗോഡ് മണ്ഡലം UDF തിരിച്ചുപിടിക്കുമെന്നും MC ഖമറുദ്ദീൻ. ഫെഡറേഷൻ ഓഫ് ഹയർ സെക്കൻഡറി അസോസിയേഷൻ ഹയർ സെക്കൻഡറി രക്ഷായാത്ര സംഘടിപ്പിക്കും. ഖാദർ കമ്മീഷൻ റിപ്പോർട്ട് തള്ളിക്കളയണമെന്നാവശ്യപ്പെട്ടാണ് യാത്ര. കക്കൂസ് ടാങ്ക് പൊട്ടിയതിനെ തുടർന്ന് ദുർഗന്ധം വമിക്കുന്ന കുമ്പള മത്സ്യ മാർക്കറ്റ് ദുരിത കേന്ദ്രമാകുന്നു. പ്രദേശം പകർച്ചവ്യാധി ഭീതിയിൽ. അപമാനം സഹിച്ച് കേരള കോൺഗ്രസിൽ തുടരണമോ എന്നത് PJ ജോസഫ് തീരുമാനിക്കട്ടെ എന്ന് CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ. BJP രാജ്യത്തെ ചട്ടങ്ങൾ എന്നും പാലിക്കാത്ത പാർട്ടിയാണെന്നും കോടിയേരി. കുടിവെള്ളം മുടങ്ങി. കാസർഗോഡ് അടുക്കത്ത് ബെയിൽ പ്രദേശവാസികൾ വിദ്യാനഗർ വാട്ടർ അതോറിറ്റി ഓഫീസിലേക്ക് പ്രതിഷേധവുമായി എത്തി. വാർത്തകൾ വിശദമായി. വൈദ്യുതി തൂണുകളിലൂടെ കേബിൾ വലിക്കുന്നതിന് ഏർപ്പെടുത്തിയ ഭീമമായ നിരക്ക് വർധനവ് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് കേബിൾ TV ഓപ്പറേറ്റർ അസോസിയേഷൻ ജില്ലാ കമ്മിറ്റി പ്രക്ഷോഭം ശക്തമാക്കുന്നു. ചെറുകിട കേബിൾ TV ഓപ്പറേറ്റർമാർക്ക് വൻ തിരിച്ചടി നൽകിയാണ് KCB വൈദ്യുതി തൂൺ വാടക 17 രൂപയിൽ നിന്ന് 448 രൂപയായി ഉയർത്തിയത്. ഇതേ തുടർന്നാണ് വിഷയത്തിൽ നടപടി ആവശ്യപ്പെട്ട് COA സമരരംഗത്ത് എത്തിയത്. നിലവിൽ വൈദ്യുതി തൂണുകളിലൂടെ കേബിൾ വലിക്കുന്നതിന് കേരളത്തിൽ ഭീമമായ നിരക്ക് വർധനവാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. രാജ്യത്തെ മറ്റൊരു സംസ്ഥാനത്തും ഇല്ലാത്തതിനേക്കാൾ കൂടുതലാണ് കേരളത്തിലെ നിരക്ക് വർധന. ഇത് ചെറുകിട കേബിൾ TV ഓപ്പറേറ്റർമാർക്ക് താങ്ങുവാൻ സാധിക്കാത്ത അവസ്ഥയിൽ എത്തിയതോടെയാണ് നിരക്ക് വർധനവിനെതിരെ COയുടെ നേതൃത്വത്തിൽ പ്രത്യക്ഷ സമരം ആരംഭിച്ചത്. വിഷയത്തിൽ അടിയന്തര നടപടി ആവശ്യപ്പെട്ട COA ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വൈദ്യുതി ഓഫീസിന് മുന്നിൽ നടത്തിയ ധർണയടക്കം നിരവധി സമരപരിപാടികളും സംഘടിപ്പിച്ചിരുന്നു. കൂടാതെ വിഷയത്തിൽ അടിയന്തര ഇടപെടൽ നടത്തണമെന്നാവശ്യപ്പെട്ട് കാസർഗോഡ് MLA NA നെല്ലിക്കുന്നിന് ജില്ലാ കമ്മിറ്റി നിവേദനം നൽകുകയും ചെയ്തിരുന്നു. അർഹിക്കുന്ന ഗൗരവത്തോടെ ഈ വിഷയം മുഖ്യമന്ത്രിയുടെയും വൈദ്യുതി മന്ത്രിയുടെയും ശ്രദ്ധയിൽപ്പെടുത്തുമെന്നും നിരക്ക് വർധന പിൻവലിക്കുന്നതിന് ആവശ്യമായ കാര്യങ്ങളിൽ ഉറച്ചു നിൽക്കുമെന്നും NA നെല്ലിക്കുന്ന് അറിയിച്ചിരുന്നു. ഇതുകൂടാതെ നിരക്ക് കുറയ്ക്കണമെന്നാവശ്യപ്പെട്ട് COA മറ്റ് പ്രക്ഷോഭ പരിപാടികളും സംഘടിപ്പിച്ചു വരികയാണ്. ഇതിന്റെ ഭാഗമായി കഴിഞ്ഞ ദിവസം KCB കാഞ്ഞങ്ങാട് ഡിവിഷൻ ഓഫീസിലേക്ക് മാർച്ച് നടത്തി. ചെറുകിട കേബിൾ TV നെറ്റ്വർക്കുകളുടെ KCB പോസ്റ്റിന്റെ വാടകയിൽ 50% ഇളവ് നൽകുക എന്ന ആവശ്യത്തോടൊപ്പം വാർഷിക വർധന പിൻവലിക്കുക, കുത്തകകളോടുള്ള KCB പ്രീണനം അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങളും ഉന്നയിച്ചു. നഗരസഭാ ചെയർമാൻ VV രമേശൻ ഉദ്ഘാടനം ചെയ്തു. നിലവിലുള്ള സാഹചര്യത്തിൽ താങ്ങാൻ പറ്റാത്ത വില വർധനവും അതുപോലെ തന്നെ ചാർജ് വർധനവും എല്ലാം വരുമ്പോൾ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത ഒരു സ്ഥിതിവിശേഷമാണ് വരുന്നത്. അത് അധികാരികൾ ഗൗരവമായി ചർച്ച ചെയ്യണം. ചർച്ച ചെയ്താൽ പരിഹരിക്കാൻ പറ്റാത്ത ഒന്നുമില്ല. ഒരു മേശയ്ക്ക് ചുറ്റുമിരുന്ന് സംസ്ഥാന ഗവൺമെൻറ് ആയാലും കേന്ദ്ര ഗവൺമെൻറ് ആയാലും ഈ കാര്യങ്ങളിൽ വന്നിട്ടുള്ള പ്രയാസങ്ങൾ മനസ്സിലാക്കുകയും അതിന് പരിഹാരം കാണുകയും ജനങ്ങൾക്ക് ആവശ്യമായ കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കാൻ മുന്നോട്ട് വരുന്ന ഒരു സ്ഥിതിയാണ് നമുക്കുണ്ടാകേണ്ടത്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം അതിന് അനുകൂലമായിട്ടുള്ള ഒരു ഏത് കാര്യങ്ങൾ പറഞ്ഞാലും കേൾക്കുന്ന ഒരു ഗവൺമെൻറ്റാണ് ഇന്നുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മുടെ സംസ്ഥാന കമ്മിറ്റിയും അതുപോലെ തന്നെ നേതാക്കളുമെല്ലാം ഗവൺമെന്റുമായി അടിയന്തരമായിട്ടും ഈ കാര്യത്തിൽ ചർച്ച ഉണ്ടാക്കുകയും ആ ചർച്ചയിലൂടെ കേരളത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയേണ്ടതുണ്ട്. COA ജില്ലാ പ്രസിഡന്റ് M മനോജ് കുമാർ അധ്യക്ഷത വഹിച്ചു. കേരള വിഷൻ ചെയർമാൻ പ്രവീൺ മോഹൻ മുഖ്യാതിഥിയായിരുന്നു. ഇവിടുത്തെ ഒരു ധനകാര്യ സ്ഥാപനത്തിന്റെ സൗജന്യം പറ്റാതെ, ഇവിടുത്തെ ഒരു വൈദ്യുതി ബോർഡിന്റെ സൗജന്യം പറ്റാതെ, ഒരു വകുപ്പിന്റെ സൗജന്യമില്ലാതെ അന്തസ്സായി മലയാളിയുടെ മുമ്പിൽ നെഞ്ചി വിരിച്ചുകൊണ്ട് സ്വന്തം കുടുംബത്തിൽ നടത്തുവാൻ വേണ്ടി പണിയെടുക്കുന്ന കേബിൾ TV ഓപ്പറേറ്റർമാരുടെ നെഞ്ചത്ത് ചവിട്ടിക്കൊണ്ട് ഇവിടെ ഒന്നും ഉണ്ടാക്കാമെന്ന് ആരും വിചാരിക്കില്ല.
വിവിധ തൊഴിലാളി സംഘടനാ നേതാക്കളായ VK രാജൻ, TV കുഞ്ഞിരാമൻ, VB സത്യനാഥ്, COA സംസ്ഥാന സെക്രട്ടറി K സജീവ് കുമാർ, ജില്ലാ സെക്രട്ടറി M ലോഹിതാക്ഷൻ, വിനോദ് പുല്ലൂർ എന്നിവർ സംസാരിച്ചു. കോട്ടച്ചേരിയിൽ നിന്ന് തുടങ്ങിയ മാർച്ചിന് K രഘുനാഥ്, ശ്രീനാരായണൻ, ശുക്കൂർ കോളിക്കര, K പ്രദീപ് കുമാർ, സദാശിവൻ, TV മോഹനൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ഡെസ്ക് KCN. 15 വർഷം ലോക്സഭയിൽ കാസർഗോഡ് മണ്ഡലത്തെ പ്രതിനിധീകരിച്ച P കരുണാകരൻ MP സമ്പൂർണ്ണ പരാജയമായിരുന്നുവെന്ന് BJP ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് K ശ്രീകാന്ത്. കാസർഗോഡിന് വേണ്ടി ഒന്നും ചെയ്യാത്ത P കരുണാകരൻ മോദി ഗവൺമെന്റ് കൊണ്ടുവന്ന വികസനങ്ങളാണ് തന്റെ നേട്ടമായി പറയുന്നതെന്നും K ശ്രീകാന്ത്. കാസർഗോഡ് പ്രസ് ക്ലബിന്റെ മീറ്റ് ദ പ്രസ്സിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. MP എന്ന നിലയിൽ P കരുണാകരൻ ജനങ്ങളുടെ അടിസ്ഥാന വികസനത്തിന് വേണ്ടിയല്ല ഫണ്ട് ചിലവഴിച്ചത്. പാർട്ടി അധീനതയിലുള്ള ക്ലബ്ബുകൾക്കും വായനശാലകൾക്കും വേണ്ടിയാണ്. ജനങ്ങളുടെ ക്ഷേമത്തിനു വേണ്ടിയല്ല, പാർട്ടി വളർത്തുവാനാണ് അദ്ദേഹം പ്രവർത്തിച്ചത്. MP കാസർഗോഡിന് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല. മോദി ഗവൺമെന്റ് കൊണ്ടുവന്ന വികസന നേട്ടങ്ങളാണ് P കരുണാകരൻ തന്റെ നേട്ടമായി പറയുന്നത്. P കരുണാകരൻ നിരത്തിയ നേട്ടങ്ങൾ മോദി സർക്കാർ പ്രതിപക്ഷ MPമാരെ പോലും തുല്യമായി കണ്ടു എന്നതിന്റെ തെളിവാണ്. കേന്ദ്ര സർവകലാശാലയ്ക്കായി വിവിധ പദ്ധതികളാണ് കൊണ്ടുവന്നത്. റെയിൽവേ രംഗത്ത് വലിയ വികസനമുണ്ടായി. ദേശീയപാത വികസനത്തിന് ഒരു തടസ്സവുമില്ലാതെ ഫണ്ട് അനുവദിച്ചു. കേന്ദ്ര സർക്കാർ കാസർഗോഡിന് വേണ്ടി നിരവധി വികസന പദ്ധതികളാണ് കൊണ്ടുവന്നതെന്നും ശ്രീകാന്ത് പറഞ്ഞു. 15 വർഷത്തിൽ അദ്ദേഹത്തിന്റെ റെയിൽവേ മേൽപ്പാലം, അദ്ദേഹത്തിന്റെ വീട്ടിനടുത്തുള്ള റെയിൽവേ ഗേറ്റിന്റെ പ്രശ്നം പരിഹരിക്കാൻ സാധിക്കാത്തത് പരിഹരിച്ചു കൊടുത്തത് കേന്ദ്ര സർക്കാർ BJP വന്ന ശേഷമാണ്. രാജധാനിക്ക് സ്റ്റോപ്പ് മോദി സർക്കാർ വന്നതിന് ശേഷമാണ്. ഈ വടക്കൻ ഭാഗം, കാസർഗോഡ് ജില്ലയുടെ വടക്കൻ ഭാഗം, ഈ ലോക്സഭാ മണ്ഡലത്തിൻ്റെ വടക്കൻ ഭാഗത്തെ പൂർണ്ണമായിട്ടും അവഗണിച്ചിരിക്കുകയാണ്. ഇവിടെ വികസനം എത്താത്ത പ്രദേശങ്ങൾക്ക് ആ വികസനം എത്തിച്ചു കൊടുക്കാൻ ഒരു സംവിധാനവും, ഒരു ഫണ്ടും, ഒരു നയാ പൈസയും MP എന്ന നിലയ്ക്ക് ശ്രീ P കരുണാകരൻ അനുവദിച്ചില്ല എന്നുള്ളത് വളരെ വേദനാജനകരമാണ്. രാഷ്ട്രീയം നോക്കിയിട്ടുള്ള ഫണ്ട് വിതരണമാണ് ചെയ്തിട്ടുള്ളത്. UDFും LDFും ഒരേ തൂവൽ പക്ഷികളാണെന്നും ഇവിടെ പരസ്പരം പോരടിച്ച് അവർ ജനങ്ങളെ വിഡ്ഢികളാക്കുകയാണെന്നും ശ്രീകാന്ത് ആരോപിച്ചു. BJP സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച് തർക്കങ്ങളൊന്നുമില്ലെന്നും പ്രഖ്യാപനം ഉടനുണ്ടാകുമെന്നും ശ്രീകാന്ത് കൂട്ടിച്ചേർത്തു. NDA ജില്ലാ കൺവീനർ ഗണേഷ് പാറക്കട്ടയും ഒപ്പമുണ്ടായിരുന്നു. സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചില്ലെങ്കിലും കാസർഗോഡ് മണ്ഡലത്തിൽ മാസങ്ങൾ മുൻപ് തന്നെ UDF തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ടെന്ന് മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റും UDF ജില്ലാ ചെയർമാനുമായ MC ഖമറുദ്ദീൻ. ഇത്തവണ LDFിൽ നിന്നും കാസർഗോഡ് മണ്ഡലം UDF തിരിച്ചുപിടിക്കുമെന്നും MC ഖമറുദ്ദീൻ പറഞ്ഞു. കാസർഗോഡ് പ്രസ് ക്ലബിൽ മീറ്റ് ദ പ്രസ്സിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ചെറിയ വോട്ടുകളുടെ വ്യത്യാസത്തിലാണ് UDF പരാജയപ്പെട്ടത്. ഇത്തവണ അതുണ്ടാവാതെ നോക്കുവാനാണ് UDF ശ്രമം. നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ കാസർഗോഡ് മണ്ഡലത്തിൽ UDFന് വിജയിക്കുവാൻ സാധിക്കും. സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചില്ലെങ്കിലും മാസങ്ങൾക്ക് മുൻപ് തന്നെ ബൂത്ത് കമ്മിറ്റികൾ രൂപീകരിച്ച് UDF തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് തുടക്കമിട്ടിട്ടുണ്ട്. ഐക്യജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി ലിസ്റ്റ് എപ്പോഴും ഇങ്ങനെ തന്നെയാണ്. ഈ വളരെ അവസാനമായിട്ടാണ് വരൽ. അവസാനമായി വന്നിട്ടും കഴിഞ്ഞ പ്രാവശ്യം സിദ്ദീഖ് വന്നതൊക്കെ നിങ്ങളെ സ്ഥാനാർത്ഥിനെ പ്രഖ്യാപിച്ച് കരുണാകരേട്ടൻ ബഹുദൂരം മുന്നോട്ട് പോയതിന് ശേഷമാണ്. പക്ഷേ പിന്നീട് ഞങ്ങൾ ശക്തമായ പോരാട്ടം സംഘടിപ്പിച്ച് ഇവിടെ 6000 വോട്ടിൻ്റെ ഡിഫറൻസിലേക്ക് ഞങ്ങൾ എത്തിച്ചേർന്നിട്ടുണ്ട്. അതുതന്നെയാണ് ഇപ്രാവശ്യം സ്ഥാനാർത്ഥി ആര് എന്നുള്ളത് ഒരു പ്രശ്നമേ അല്ല, മുന്നണിയുടെ നയപരമായ പ്രശ്നമാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. ഇപ്പോഴും UDFിൻ്റെ പ്രവർത്തനങ്ങൾ ഓരോ പ്രദേശത്തും നടക്കുന്നുണ്ട്. അത് സ്ഥാനാർത്ഥി നിർണയത്തിൻ്റെ വൈകല് ഒരു കാരണവശാലും UDFിൻ്റെ വിജയത്തെ ബാധിക്കില്ല. കഴിഞ്ഞ 15 വർഷക്കാലം P കരുണാകരൻ മണ്ഡലത്തിൽ ഒരു വികസന പ്രവർത്തനവും നടത്തിയിട്ടില്ലെന്നും ഖമറുദ്ദീൻ പറഞ്ഞു. പെരിയയിലെ ഇരട്ടക്കൊലപാതകം UDF തെരഞ്ഞെടുപ്പ് പ്രചരണമായി ഉപയോഗിക്കും. നിഷ്ഠൂരമായ കൊലപാതകത്തിന് തിരഞ്ഞെടുപ്പിൽ CPM മറുപടി പറയേണ്ടി വരുമെന്നും MC ഖമറുദ്ദീൻ പറഞ്ഞു. ഏവരും പ്രതീക്ഷയോടെ ഉറ്റുനോക്കുന്നത് രാഹുൽ ഗാന്ധിയെയാണ്. കേന്ദ്രത്തിൽ ഇത്തവണ മാറ്റങ്ങൾക്ക് കളമൊരുങ്ങുമെന്ന് തന്നെയാണ് വിശ്വാസമെന്നും MC ഖമറുദ്ദീൻ കൂട്ടിച്ചേർത്തു. ന്യൂസ് ഡെസ്ക് KCN. ഫെഡറേഷൻ ഓഫ് ഹയർ സെക്കൻഡറി അസോസിയേഷന്റെ നേതൃത്വത്തിൽ ഹയർ സെക്കൻഡറി രക്ഷായാത്ര സംഘടിപ്പിക്കും. കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ മേഖലയെ തകർക്കുന്ന തരത്തിൽ പൊതുവിദ്യാലയ ഏകീകരണത്തിനായി തയ്യാറാക്കിയ ഖാദർ കമ്മീഷൻ റിപ്പോർട്ട് തള്ളിക്കളയണമെന്നാവശ്യപ്പെട്ടാണ് രക്ഷായാത്ര നടത്തുന്നത്.
മാർച്ച് 15-ന് പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടക്കുന്ന ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് AGC ബഷീർ ഉദ്ഘാടനം ചെയ്യും. DCC പ്രസിഡന്റ് ഹക്കീം കുന്നിൽ യാത്ര ഫ്ളാഗ് ഓഫ് ചെയ്യും. ചട്ടഞ്ചാൽ, കാഞ്ഞങ്ങാട്, നീലേശ്വരം, തൃക്കരിപ്പൂർ എന്നീ സ്ഥലങ്ങളിൽ സ്വീകരണം ഏറ്റുവാങ്ങുന്ന യാത്ര ചിറ്റാരിക്കലിൽ സമാപിക്കും. സമാപന ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശാന്തമ്മ ഫിലിപ്പ് പങ്കെടുക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം കൊടുക്കുന്ന കേരളത്തിലെ രക്ഷിതാക്കളുടെ സമൂഹം എവിടെയാണോ അവർക്ക് നല്ലത് എന്ന് തോന്നുന്ന ഒരു വിദ്യാഭ്യാസം ലഭിക്കുന്നത് അവിടത്തേക്ക് മാറും. ഫലം എന്താണെന്ന് പറഞ്ഞാൽ CBSE ICSE സ്കൂളുകളിലേക്ക് കുട്ടികൾ ചേക്കേറുന്ന ഒരവസ്ഥയുണ്ടാവും. കാരണം ഈ ഒരു സിലബസിൽ വെള്ളം ചേർത്തുകൊണ്ട് സിലബസ് ലഘൂകരിച്ചുകൊണ്ടുള്ള 11ലെയും 12ലെയും വിദ്യാഭ്യാസത്തിലൂടെ ദേശീയ തലത്തിൽ നമ്മുടെ കുട്ടികൾ പിന്തള്ളപ്പെടും എന്നുള്ള ഒരു തോന്നൽ പൊതുസമൂഹത്തിനുണ്ടാവും. അപ്പോൾ അങ്ങനെ വരുമ്പോഴത് പൊതുവിദ്യാഭ്യാസത്തിൻ്റെ സംരക്ഷണത്തിൻ്റെ നാശത്തിലേക്കാണ് നയിക്കുക. അപ്പോൾ കേരളത്തിലെ വിദ്യാഭ്യാസ നിലവാരം തകരും എന്നുള്ള ആ ഒരു കാര്യം പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്തുക എന്നുള്ളതാണ് ഞങ്ങൾ ഈ ഒരു യാത്രയിലൂടെ, ഈ ഒരു ജാഥയിലൂടെ മുന്നോട്ട് വെക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. ബിജി തോമസ്, സദാശിവൻ, KT അൻവർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. അപമാനം സഹിച്ച് കേരള കോൺഗ്രസിൽ തുടരണമോ എന്നത് PJ ജോസഫ് തീരുമാനിക്കട്ടെ എന്നും പാർട്ടി വിട്ടുവന്നാൽ മുന്നണിയിൽ എടുക്കുന്ന കാര്യം അപ്പോൾ നോക്കാമെന്നും CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ. BJP രാജ്യത്തെ ചട്ടങ്ങൾ എന്നും പാലിക്കാത്ത പാർട്ടിയാണെന്നും കോടിയേരി നീലേശ്വരത്ത് പറഞ്ഞു. കേരള കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി ആരാണെന്ന് കേരള കോൺഗ്രസ്സാണ് തീരുമാനിക്കേണ്ടത്. അത് ഞങ്ങൾക്ക് പ്രത്യേകിച്ചൊരു അഭിപ്രായം പറയാനൊന്നും ഉള്ള കാര്യമല്ല. പക്ഷേ PJ ജോസഫിനെ പോലുള്ള ഒരു സമ്പന്നരായ നേതാവിന്, കേരള കോൺഗ്രസിൻ്റെ വർക്കിംഗ് പ്രസിഡൻറ്റിന് അദ്ദേഹം ആഗ്രഹിച്ചിട്ടൊരു സീറ്റ് കിട്ടിയില്ല എന്നുള്ളത് PJ ജോസഫിന് ആ പാർട്ടിയുടെ യാതൊരുവിധ സ്വാധീനവുമില്ല എന്ന് തെളിയിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഇനി ഈ സാഹചര്യത്തിൽ ഇങ്ങനെ പരസ്യമായിട്ട് നിലപാട് സ്വീകരിച്ച് സീറ്റ് നിഷേധിച്ച സാഹചര്യത്തിൽ ഇനിയും ഈ മാണിയുടെ കൂടെ തുടരണമോ എന്ന് PJ ജോസഫാണ് തീരുമാനിക്കേണ്ടത്. ജോസഫ് അങ്ങനെ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അദ്ദേഹം തീരുമാനിക്കട്ടെ, ജോസഫല്ലേ തീരുമാനിക്കേണ്ടത്. നമുക്കെന്ത് ചെയ്യാൻ സാധിക്കും? നാണം കെട്ടാ പാർട്ടിയിൽ തന്നെ തുടരാനാണ് ഉദ്ദേശിക്കുന്നത്, തുടരട്ടെ. അങ്ങനെ താല്പര്യമൊന്നും കാണിച്ചിട്ടില്ലല്ലോ. ഈ മഴ പെയ്യുന്നതിന് മുമ്പേ കുട പിടിക്കേണ്ട കാര്യമില്ലല്ലോ. മൊഗ്രാൽ പുത്തൂർ ഗ്രാമോത്സവം 2019 ഭാഗമായി സാംസ്കാരിക ഘോഷയാത്ര സംഘടിപ്പിച്ചു. രാഷ്ട്രീയ സാമൂഹിക നേതാക്കളടക്കം നിരവധി പേർ പങ്കെടുത്തു. CI പ്രദീപ് കുമാർ ഫ്ളാഗ് ഓഫ് ചെയ്ത ഘോഷയാത്ര എരിയാലിൽ നിന്നും ആരംഭിച്ച് കല്ലങ്കൈ ബ്രദേഴ്സ് ഗ്രൗണ്ടിൽ സമാപിച്ചു. ജനപ്രതിനിധികൾ, രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക സന്നദ്ധ സംഘടനാ പ്രവർത്തകർ, ഉദ്യോഗസ്ഥർ, കുടുംബശ്രീ, അംഗൻവാടി, ആശാവർക്കർമാർ തുടങ്ങിയവർ സംബന്ധിച്ചു. രണ്ട് മാസമായി വിവിധ പരിപാടികളോടെ ഗ്രാമോത്സവം ആഘോഷിക്കുകയാണ്. സംസ്ഥാനത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് തന്നെ മാതൃകയായി മാറിയ സാംസ്കാരിക പദ്ധതിയാണ് ഗ്രാമോത്സവം. ന്യൂസ് ഡെസ്ക് KCN. കുടിവെള്ളം മുടങ്ങിയതിനെ തുടർന്ന് കാസർഗോഡ് അഡ്കത്ബയിൽ പ്രദേശവാസികൾ വിദ്യാനഗർ വാട്ടർ അതോറിറ്റി ഓഫീസിലേക്ക് പ്രതിഷേധവുമായി എത്തി. കൗൺസിലർ ഹനീഫയുടെ നേതൃത്വത്തിൽ 20ഓളം കുടുംബങ്ങൾ വാട്ടർ അതോറിറ്റി ഓഫീസിൽ എത്തി. അടുക്കത്ത് ബയൽ നുസ്രത്ത് റോഡിലെ കുടുംബങ്ങളാണ് കടുത്ത ജലക്ഷാമം നേരിടുന്നത്. വാട്ടർ അതോറിറ്റിയുടെ കണക്ഷൻ വഴിയായിരുന്നു പ്രദേശത്ത് വെള്ളമെത്തിയിരുന്നത്. എന്നാൽ ആഴ്ചകളോളമായി ഇത് നിലച്ച അവസ്ഥയിലാണ്. കടുത്ത ജലദൗർലഭ്യമുള്ള സ്ഥലമായതിനാൽ പ്രദേശത്ത് കിണറുകളോ വെള്ളത്തിനായുള്ള മറ്റ് സൗകര്യങ്ങളോ ഇല്ല. വാട്ടർ അതോറിറ്റിയെ മാത്രം ആശ്രയിച്ച് കഴിയുന്ന ഇവർ അതും കൂടി ലഭിക്കാതായതോടെയാണ് പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. വാട്ടർ അതോറിറ്റി ഓഫീസിലെത്തിയ കുടുംബങ്ങൾ ജലം ലഭ്യമാക്കുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്ന് അധികൃതരോട് ആവശ്യപ്പെട്ടു. പ്രദേശവാസികളുടെ ആവശ്യത്തെ അംഗീകരിക്കുവാൻ തയ്യാറാകാത്ത അധികൃതർ പിന്നീട് അയയുകയും 3 ദിവസത്തിനകം പ്രശ്നത്തിന് പരിഹാരം കാണാമെന്ന് ഉറപ്പു നൽകുകയും ചെയ്തു. വിവരമറിഞ്ഞ് എന്നെ നെല്ലിക്കുന്നി MLAയും സ്ഥലത്തെത്തിയിരുന്നു. പ്രദേശത്തുകാർക്ക് വെള്ളം ലഭിക്കുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്ന് എന്നെ നെല്ലിക്കുന്നി MLA അറിയിച്ചു. അടുക്കത്ത് വരുന്ന കുറേ സ്ത്രീകൾ അവർക്ക്
5-6 ദിവസമായി വെള്ളമില്ല. അപ്പോൾ ആ പരാതി പറയാൻ വേണ്ടിയാണ് ഇവിടെ വന്നത്. അപ്പോൾ കുറേ സ്ത്രീകൾ ഇവിടെ ഉണ്ട് എന്ന് മനസ്സിലാക്കി ഞാനിവിടെ വന്നു. അപ്പോൾ PHDയുടെ അധികൃതർ അവരുടേതായ പ്രശ്നങ്ങൾ പറയുന്നുണ്ട്. പവർ സപ്ലൈ, ഈ വൈദ്യുതി തടസ്സം, അതുപോലെ തന്നെ ഡിസ്ട്രിബ്യൂഷൻ പൈപ്പിലെ ലീക്കേജ്, അവർക്ക് അവരുടേതായ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ എന്ത് പ്രശ്നങ്ങൾ ഉണ്ട് എങ്കിലും വൈദ്യുതി ഇല്ലാത്തത് കൊണ്ടാണ്, അതുപോലെ തന്നെ ഡിസ്ട്രിബ്യൂഷൻ പൈപ്പിലെ ഈ ലീക്കേജ്, ഇതൊക്കെ കൊണ്ടാണ് ഈ വെള്ളം കിട്ടാത്തത് എന്ന് പറഞ്ഞാൽ ഈ 10 ദിവസമായി അല്ലെങ്കിൽ ഒരാഴ്ചയായി വെള്ളം കിട്ടാതെ ഈ കുടിക്കാനും കുളിക്കാനും പറ്റാത്ത ആളുകളോട് ഈ വാദങ്ങളൊന്നും പറഞ്ഞാൽ അവർക്കത് മനസ്സിലാവില്ല. അപ്പോൾ വളരെ പെട്ടെന്ന് നമുക്ക് ശാശ്വതമായ പരിഹാരം കാണേണ്ടതുണ്ട്. അപ്പോൾ വാട്ടർ അതോറിറ്റി അധികൃതരുമായി MLA ചർച്ച നടത്തുകയും ചെയ്തു. വേനൽ രൂക്ഷമായതോടെ പല സ്ഥലങ്ങളിലും കുടിവെള്ളക്ഷാമം രൂക്ഷമാവുകയാണ്. കുടിവെള്ളം വളരെയധികം രൂക്ഷമാണ്. ഏകദേശം ഒരു 3 ആഴ്ചയോളമായി അവിടെ നല്ല നിലയിൽ വെള്ളം കിട്ടുന്നില്ല. വെള്ളം വന്നാൽ തന്നെ 5-10 മിനിറ്റാണ് വെള്ളം കിട്ടുന്നത്. വേനൽ മഴയെത്തുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിരുന്നുവെങ്കിലും ഇപ്പോഴും ജില്ലയിലെ പല സ്ഥലങ്ങളിലും കടുത്ത ചൂടും വൻ ജലക്ഷാമവും തുടരുകയാണ്. ന്യൂസ് ഡെസ്ക് KCN. കൊച്ചിയിലെയും ബാംഗ്ലൂരിലെയും പ്രശസ്ത മോഡലുകളോടൊപ്പം റാമ്പിൽ ചുവടുവെക്കാൻ കാസർഗോഡ് യുവാക്കൾക്കും കുട്ടികൾക്കും അവസരം. കാസർഗോഡ് ഫാഷൻ ലീഗ് ഏപ്രിൽ 7-ന് സന്ധ്യാരാഗം ഓഡിറ്റോറിയത്തിൽ നടക്കും. ഫാഷൻ ലീഗിന്റെ ലോഗോ പ്രകാശനം ജില്ലാ കളക്ടർ ഡോക്ടർ D. സജിത് ബാബു നിർവഹിച്ചു. കാസർഗോഡ് ആദ്യമായാണ് ഫാഷൻ ലീഗ് നടക്കുന്നത്. കൊച്ചിയിലെയും ബാംഗ്ലൂരിലെയും പ്രശസ്ത മോഡലുകളോടൊപ്പം റാമ്പിൽ ചുവടുവയ്ക്കുവാൻ കാസർഗോട്ടെ യുവാക്കൾക്കും കുട്ടികൾക്കും അവസരമൊരുക്കുന്ന കാസർഗോഡ് ഫാഷൻ ലീഗ് കാസർഗോട്ടുകാർക്ക് നവ്യാനുഭവമായി മാറും. ഏപ്രിൽ 7-ന് സന്ധ്യാരാഗം ഓഡിറ്റോറിയത്തിലാണ് പരിപാടി. പ്രശസ്ത ഗായകന്മാരും നർത്തകരും അണിനിരക്കുന്ന മ്യൂസിക്കൽ ഈവന്റ് പരിപാടിക്ക് കൊഴുപ്പേകും. കാസർഗോഡ് ആർട്ട് ഫോറവും സാൻ ഇവന്റ്സുമാണ് പരിപാടിയുടെ സംഘാടകർ. കാസർഗോഡ് ഫാഷൻ ലീഗിന്റെ ലോഗോ ജില്ലാ കളക്ടർ ഡോക്ടർ സജിത് ബാബു അഷ്ഫാഖ് നിക്കോട്ടിന് നൽകി പ്രകാശനം ചെയ്തു. കാഫ് വൈസ് ചെയർമാൻ TA ഷാഫി, അഷ്റഫ് ഐവ, ഈവന്റ് ഡയറക്ടർ ഷാഫിയെ നെല്ലിക്കുന്ന, ഷോ കോർഡിനേറ്റർ ഷോബിത് എന്നിവർ സംസാരിച്ചു. കുട്ടി മത്സരാർത്ഥികളെയും യുവ മോഡൽസിനെയും തിരഞ്ഞെടുക്കുവാനുള്ള ഓഡിഷൻ മാർച്ച് 16-17 തീയതികളിൽ ഐവ സിൽസിൽ വെച്ച് നടക്കും. ന്യൂസ് ഡെസ്ക് KCN. മഞ്ചേശ്വരം തുമിനാട് ദേശീയപാതയ്ക്ക് സമീപത്തുണ്ടായ വൻ തീപിടുത്തം ദുരന്തമാകാതെ കാത്തുരക്ഷിച്ചത് 2 യുവാക്കളുടെ മനോധൈര്യം. യുവാക്കളുടെ സമയോചിതമായ ഇടപെടലിൽ സ്ഥലത്ത് വൻ ദുരന്തമാണ് ഒഴിവായത്. തുമിനാട് ദേശീയപാതയ്ക്ക് സമീപത്ത് പുല്ലിൽ പിടിച്ച തീ പടർന്നാണ് വൻ തീപിടുത്തമുണ്ടായത്. ഉച്ചസമയമായതിനാൽ ആൾസഞ്ചാരം കുറവായിരുന്ന പ്രദേശത്ത് തീപിടുത്തമുണ്ടായത് ആരുടെയും ശ്രദ്ധയിൽപ്പെട്ടിരുന്നില്ല. ശക്തമായ കാറ്റിൽ തീ മറ്റു മേഖലകളിലേക്കും വ്യാപിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. സമീപത്ത് ഒരു വൈദ്യുതി ട്രാൻസ്ഫോർമറും ഉണ്ടായിരുന്നു. ഇതിനിടെയാണ് പുക ഉയരുന്നത് കണ്ട് തീപിടുത്തം ശ്രദ്ധയിൽപ്പെട്ട തുമിനാട് സ്വദേശികളായ ഇല്യാസും മുനീറും സ്ഥലത്തെത്തിയത്. യുവാക്കൾ തീ കെടുത്തുവാൻ ശ്രമം നടത്തിയെങ്കിലും നിയന്ത്രണ വിധേയമാക്കുവാൻ സാധിച്ചില്ല. തുടർന്ന് യുവാക്കൾ ഫയർഫോഴ്സിനെയും പോലീസിനെയും നാട്ടുകാരെയും വിവരമറിയിക്കുകയായിരുന്നു. തുടർന്ന് സ്ഥലത്തെത്തിയ ഉപ്പള ഫയർഫോഴ്സ് ജീവനക്കാർ തീയണച്ചു. ശ്രദ്ധിക്കണം, സിഗരറ്റ് വലിച്ചിട്ട് അതിൻ്റെ കുറ്റിനെ എറിയാൻ പാടില്ല. ഇത് ഇങ്ങനെയെല്ലാം എന്താ കത്തിച്ച് നാശമാണ്. അതെല്ലാം അവിടെല്ലാം വീടെല്ലാം ഉള്ളത്, അതിലെല്ലാം കുട്ടികളുണ്ട്, എല്ലാം ഉണ്ട്. അതെല്ലാം നിങ്ങൾ നോക്കണം. ഇവിടെ കത്തുന്ന ഒരു പ്രശ്നമില്ല. ഇപ്പം എന്തായാലും ചൂടിൽ ഇങ്ങനെ പെട്ടെന്ന് കത്തിപ്പോകും. ഒരുപക്ഷെ യുവാക്കളുടെ ശ്രദ്ധയിൽപ്പെട്ടില്ലായിരുന്നുവെങ്കിൽ തീ വിവിധ പ്രദേശങ്ങളിലേക്ക് പടരുമായിരുന്നു. തക്ക സമയത്ത് ഇടപെടൽ നടത്തിയ യുവാക്കളെ നാട്ടുകാർ അനുമോദിച്ചു. അനാവശ്യമായി വലിച്ചെറിയുന്ന സിഗരറ്റ്, ബീഡി കുറ്റികളിൽ നിന്നാണ് പല സ്ഥലങ്ങളിലും പുല്ലിന് തീപിടിച്ച് വൻ തീപിടുത്തമുണ്ടാകുന്നത്. ന്യൂസ് ഡെസ്ക് KCN. കക്കൂസ് ടാങ്ക് പൊട്ടിയതിനെ തുടർന്ന് ദുർഗന്ധം വമിക്കുന്ന കുമ്പള മത്സ്യ മാർക്കറ്റ് ദുരിത കേന്ദ്രമാകുന്നു. ദുർഗന്ധം കാരണം ആരും മാർക്കറ്റിലെത്താത്ത അവസ്ഥയാണിപ്പോൾ. കൂടാതെ പ്രദേശം പകർച്ചവ്യാധി ഭീതിയിലുമാണ്. അതിജീവനത്തിന് വേണ്ടി മത്സ്യം വിൽക്കുവാൻ മത്സ്യത്തൊഴിലാളികൾക്ക് അധികൃതർ നിർമ്മിച്ചു നൽകിയതാണ് കുമ്പള മത്സ്യ മാർക്കറ്റ്. ഇവിടെയുള്ള 2 കക്കൂസ് ടാങ്കും നിറഞ്ഞു കവിഞ്ഞ് പരന്നൊഴുകുകയാണ്. ഇവിടത്തെ കാറ്റിന് പോലും ദുർഗന്ധമാണ്. പറയേണ്ടവരോടൊക്കെ പരാതി പറഞ്ഞെങ്കിലും യാതൊരു നടപടിയും സ്വീകരിച്ചില്ലെന്നാണ് ഇവിടെയുള്ളവർ ആരോപിക്കുന്നത്. മാസങ്ങൾക്ക് മുൻപ് 2.5 ലക്ഷം രൂപ ചിലവഴിച്ച് കക്കൂസിന്റെ അറ്റകുറ്റപ്പണികൾ ചെയ്തിരുന്നു. മാലിന്യത്തെക്കാൾ ദുർഗന്ധം വമിക്കുന്ന അഴിമതിയാണ് ഈ പ്രവൃത്തിയിൽ കരാറുകാരനും കൂട്ടാളികളും നടത്തിയതെന്ന് മത്സ്യത്തൊഴിലാളികൾ ആരോപിക്കുന്നു. ദുർഗന്ധം വമിക്കുന്ന മത്സ്യ മാർക്കറ്റിലേക്ക് ആരും വരാത്ത അവസ്ഥയാണിപ്പോൾ. തങ്ങൾ അല്പമകലെ മത്സ്യം വിൽക്കുവാൻ ശ്രമിച്ചാൽ പഞ്ചായത്ത് അധികൃതരും പോലീസും തിരിച്ചയക്കും. തങ്ങളുടെ മക്കളെ പോറ്റുവാൻ വേറെ മാർഗമില്ലെന്ന് മത്സ്യത്തൊഴിലാളികൾ കണ്ണീരോടെ പറയുന്നു.
പേരിന് മാത്രം എന്തിനാണ് ഈ മാർക്കറ്റ് എന്നും ചിലർ രോഷത്തോടെയും ചോദിക്കുന്നു. മലേറിയയും മഞ്ഞപ്പിത്തവും പടർന്നു പിടിച്ചു മത്സ്യത്തൊഴിലാളികൾ ആശുപത്രിയിൽ കഴിയുമ്പോൾ പഞ്ചായത്തിലെ ആരോഗ്യവകുപ്പോ ഹെൽത്ത് ഇൻസ്പെക്ടറോ തിരിഞ്ഞു നോക്കുന്നില്ല. വഴിയിൽ മത്സ്യം വിൽക്കുന്നത് വിലക്കുന്ന പോലീസുകാർ ഒരിക്കലെങ്കിലും പോലീസ് സ്റ്റേഷന് പിറകിലുള്ള മത്സ്യ മാർക്കറ്റിലേക്കൊന്ന് വന്നു നോക്കണമെന്നും മത്സ്യത്തൊഴിലാളികൾ പറയുന്നു. തങ്ങളും മനുഷ്യരാണ്, തങ്ങൾക്കുമുണ്ട് കുട്ടികളും കുടുംബവും. തങ്ങളെ മാന്യമായി ജോലി ചെയ്ത് ജീവിക്കാൻ വിടണം. പഞ്ചായത്തും ആരോഗ്യവകുപ്പും ചേർന്ന് ശുചിത്വത്തിന് ലക്ഷങ്ങൾ പൊടിപൊടിക്കുമ്പോൾ മത്സ്യ മാർക്കറ്റിനെ ഒഴിവാക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ജനങ്ങളും ചോദിക്കുന്നു. ഇതിനകത്ത് 300ഓളം ജീവനക്കാർ ജോലി ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ബാത്റൂമിൻ്റെ കാര്യം ദയനീയാവസ്ഥയാണ്. പഞ്ചായത്തിന് പലവട്ടം ഞങ്ങൾ പരാതി പറഞ്ഞിട്ട് ഒരു നടപടി പോലും പഞ്ചായത്ത് സെക്രട്ടറിയോ പ്രസിഡന്റോ ഉൾക്കൊള്ളാൻ വേണ്ടി സാധിച്ചിട്ടില്ല. അതുപോലെ തന്നെ വാർഡ് മെമ്പറോട് ഞങ്ങൾ കാര്യം പറഞ്ഞു. പിന്നെ തൊട്ട ദിവസമാണ് എനിക്ക് 3 ലക്ഷം രൂപയുടെ ബജറ്റ് വകവരുത്തിയത്. 1 ലക്ഷം രൂപ പോലും ഇതിന് ചെലവഴിക്കാൻ വേണ്ടി അവർക്ക് സാധിച്ചിട്ടില്ല. ഇതിന് അഴിമതിയുണ്ടെന്ന് ഞങ്ങൾ സെക്രട്ടറിയോട് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇത്രയും പെട്ടെന്ന് നടപടിയെടുക്കാൻ വേണ്ടിയിട്ട് ആവശ്യപ്പെടുന്നു. വിഷയത്തിൽ കലക്ടർ ഇടപെട്ട് ആവശ്യമായ നടപടി സ്വീകരിക്കണമെന്നാണ് മത്സ്യത്തൊഴിലാളികൾ ഉൾപ്പെടെയുള്ളവരുടെ ആവശ്യം. ന്യൂസ് ഡെസ്ക് KCN. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വൈദ്യുതി തൂണുകളിലൂടെ കേബിൾ വലിക്കുന്നതിന് ഏർപ്പെടുത്തിയ ഭീമമായ നിരക്ക് വർധനവ് പിൻവലിക്കണമെന്നാവശ്യം കേബിൾ TV ഓപ്പറേറ്റർ അസോസിയേഷൻ ജില്ലാ കമ്മിറ്റി പ്രക്ഷോഭം ശക്തമാക്കുന്നു. MP എന്ന നിലയിൽ P കരുണാകരൻ സമ്പൂർണ്ണ പരാജയമായിരുന്നുവെന്ന് BJP ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് K ശ്രീകാന്ത്. കാസർഗോഡിന് വേണ്ടി ഒന്നും ചെയ്യാത്ത P കരുണാകരൻ മോദി ഗവൺമെന്റ് കൊണ്ടുവന്ന വികസനങ്ങളാണ് തന്റെ നേട്ടമായി പറയുന്നതെന്നും K ശ്രീകാന്ത്. സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചില്ലെങ്കിലും കാസർഗോഡ് മണ്ഡലത്തിൽ മാസങ്ങൾ മുൻപ് തന്നെ UDF തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ടെന്ന് MC ഖമറുദ്ദീൻ. ഇത്തവണ LDF-ൽ നിന്നും കാസർഗോഡ് മണ്ഡലം UDF തിരിച്ചുപിടിക്കുമെന്നും MC ഖമറുദ്ദീൻ. ഫെഡറേഷൻ ഓഫ് ഹയർ സെക്കൻഡറി അസോസിയേഷൻ ഹയർ സെക്കൻഡറി രക്ഷായാത്ര സംഘടിപ്പിക്കും. ഖാദർ കമ്മീഷൻ റിപ്പോർട്ട് തള്ളിക്കളയണമെന്നാവശ്യപ്പെട്ടാണ് യാത്ര. കക്കൂസ് ടാങ്ക് പൊട്ടിയതിനെ തുടർന്ന് ദുർഗന്ധം വമിക്കുന്ന കുമ്പള മത്സ്യ മാർക്കറ്റ് ദുരിത കേന്ദ്രമാകുന്നു. പ്രദേശം പകർച്ചവ്യാധി ഭീതിയിൽ. അപമാനം സഹിച്ച് കേരള കോൺഗ്രസിൽ തുടരണമോ എന്നത് PJ ജോസഫ് തീരുമാനിക്കട്ടെ എന്ന് CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ. BJP രാജ്യത്തെ ചട്ടങ്ങൾ എന്നും പാലിക്കാത്ത പാർട്ടിയാണെന്നും കോടിയേരി. കുടിവെള്ളം മുടങ്ങി കാസർഗോഡ് അടുക്കത്തിപ്പയിൽ പ്രദേശവാസികൾ വിദ്യാനഗർ വാട്ടർ അതോറിറ്റി ഓഫീസിലേക്ക് പ്രതിഷേധവുമായി എത്തി. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.